കോൺട്രാക്ട് ബേസിൽ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ബയോഡേറ്റ കൊടുത്തിട്ട് ഞാൻ എക്സാം അപ്ലൈ ചെയ്തിരുന്നു. അതിൻ്റെ റിട്ടേൺ എക്സാമിനും ഇൻ്റർവ്യൂവിനുമായിട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അവർ റിട്ടേണും ഇൻ്റർവ്യൂ നടത്തി തന്നെ എടുക്കത്തോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ വയനാട് നിൽക്കുന്ന സമയത്ത് എനിക്ക് മെയിൽ വഴി റിട്ടേൺ എക്സാം ഉണ്ട്. അന്നേ ദിവസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എനിക്ക് മെയിൽ വഴി സാർ എന്നെ അറിയിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ ആ റിട്ടേൺ എക്സാം പോയത്. കാരണം നല്ല ടഫായിരുന്നു. കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ശരിക്കും ഒരു പെർമനൻറ്റ് ജോബിൻ്റെ അതേ ടഫോട് കൂടിയായിരുന്നു എനിക്ക് ആ എക്സാം. ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും അമ്മയുടെ കാശുരൂപവും ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് വിഷമിച്ച് ഞാൻ വയനാട് നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാണ് ആ എക്സാമിന് വന്നത്. എക്സാമിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ജലദോഷവും പനിയും ശരീരവേദനയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ അലട്ടിയെങ്കിലും ഞാൻ മാതാവ് എനിക്ക് തരും, അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജോലി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ എക്സാം വന്ന് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് നല്ല ടഫായതുകൊണ്ട് ദൈവം ഞാൻ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ട് വരുമോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഒരു മണിക്കൂർ 1-1.5 മണിക്കൂറിന് ശേഷം തന്നെ ആ 10 പേര് എക്സാം, ഞാൻ ഉൾപ്പെടെ 10 പേര് എക്സാം എഴുതിയതിൽ 5 പേരെ സാറ് വിളിച്ചു. അതിൽ ആദ്യത്തെ കോൾ എനിക്കായിരുന്നു. നിങ്ങൾ റിട്ടേൺ എക്സാം ക്ലിയർ ആയി, ഇനി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു, 1 മണിക്കൂറിനകം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ അത്രയും പാടായിട്ട് ഒരു എക്സാമും ഇതുവരെ എഴുതിയിട്ടില്ല, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡ്. 2012 കോഴ്സ് കഴിഞ്ഞിട്ട് ഈ 12 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും പറ്റുന്നില്ലെങ്കിലും ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്യാനുള്ള ധാരണയിലെത്തി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾ 10 പേരിൽ 5 പേര്, ഞാൻ ഉൾപ്പെടെ 5 പേര് ഷോർട്ട് ലിസ്റ്റായി. അതിൽ അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഈ 5 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഒരാളെ അന്ന് തന്നെ എടുത്തിരുന്നു. എങ്കിലും ആ ഒരാളെ എടുത്തതിൽ ഞാനില്ല എന്നുള്ളതാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഫീൽ ചെയ്തില്ല. കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ജോലി എനിക്ക് ലഭിക്കുമെന്നുള്ള, എന്തെങ്കിലായാലും എനിക്കത് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. പക്ഷേ ജോലിയുടെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കൊന്നും ആയില്ല. അവിടെ പ്രത്യേകിച്ച് വേക്കൻസി ഒന്നും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വേക്കൻസിന് 5 വേക്കൻസിയിൽ 4 വേക്കൻസി ഉണ്ടെങ്കിലേ എനിക്കും കൂടെ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ലിസ്റ്റിൽ എത്രാമതാണെന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് മാസങ്ങൾ കടന്നുപോയി. പിന്നീട് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ തന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ബയോഡേറ്റ കൊടുത്തിരുന്നു. അങ്ങനെ ഈ ഒക്ടോബറിൽ സ്ഥാപനത്തിലേക്ക്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. തൊട്ട് തലേ ദിവസമായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് ഞാൻ വയനാട് തന്നെയായിരുന്നു. ഞാൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിനെയും വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ ബസ്സിൽ കയറിയിട്ട് ഞാനിവിടെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. എക്സാം ഇൻ്റർവ്യൂ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂ ക്ലിയറായിട്ട് ഞാൻ ഒക്ടോബർ 13 ആ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് നല്ലൊരു ജോലി തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ആ ജോലി ലഭിച്ചെങ്കിലും എനിക്ക് ആ ജോലിക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും ഞാൻ അത്രത്തോളം മാതാവിനെ വിളിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന ജോലി ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി ആ ടെക്നിക്കൽ ഫീൽഡിൽ ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ സന്തോഷത്തോടെ പോയി വന്നു. ഞാൻ 2 വീലറിലും ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് ഞാൻ ആ ജോലിക്ക് എത്തിയിരുന്നതും തിരിച്ചു പോയിരുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ആ കോൺട്രാക്റ്റ് ബേസിസിലുള്ള എക്സാമിന് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിട്ടേൺ എക്സാം ഇൻ്റർവ്യൂവും കഴിഞ്ഞതിൽ 2ാമത്തെ വേക്കൻസി വന്ന് എന്നെയാണ് വിളിച്ചത്. അപ്പം ആ ജോലിയിലേക്ക് ഞാൻ നാളെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്.